ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടത്? എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇതെല്ലാത്തിൻ്റെ അർത്ഥം കുറച്ച് എന്നുള്ളതായത് കാരണം ഇത് ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാനുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഒന്നാമതായി ഓർക്കേണ്ടത്, എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഫ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുന്നു, എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ലിറ്റിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേർഡ്സ്, പെൻ, ബുക്ക്. There are a few books on the table. There are a few birds over there. അപ്പോൾ ബുക്ക് നമുക്ക് എണ്ണാൻ പറ്റും, ബേർഡ്സ് നമുക്ക് എണ്ണാൻ പറ്റും, പെൻ നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ ഫ്യൂ എന്ന വാക്ക് ഉപയോഗിക്കാം. അതേസമയം എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് വെള്ളം, പാൽ, ഇതിനെയൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? ലിറ്റിൽ. ഗിവ് മീ എ ലിറ്റിൽ മിൽക്ക്, അല്ലെങ്കിൽ there's a little water in the glass. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വെള്ളത്തിനെ നമുക്ക് എണ്ണാൻ പറ്റില്ല, പാല് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിറ്റിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അടുത്തതായി ഓർക്കേണ്ട കാര്യം, ഫ്യൂ എന്നും ലിറ്റിൽ എന്നും ഉള്ളതിന് പകരം എ ഫ്യൂ എന്നും എ ലിറ്റിൽ എന്നും എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും അർത്ഥത്തിന് വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എ ഫ്യൂ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുണ്ട് എന്നാണ്. ഇപ്പോൾ അവിടെ ഒരു 10 ബേർഡ്സ് ഉണ്ടെങ്കിൽ there are a few birds over there എന്ന് നമുക്ക് പറയാം. അതേസമയം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഫ്യൂ എന്ന് മാത്രം ഉപയോഗിക്കുന്നത്. there are few birds these days around our house എന്ന് വെച്ചാൽ ഈ അടുത്തിടെയായി അങ്ങനെ അധികം പക്ഷികളെ ഒന്നും നമ്മളുടെ വീടിന് ചുറ്റും കാണാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം എ ഫ്യൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേർഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ലിറ്റിലും എ ലിറ്റിലും. എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്നും ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്നും പറയുന്നതിൽ എന്താണ് വ്യത്യാസം? എ ലിറ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ മേ ബി ഒരു 1/4 ഭാഗത്തോളം വെള്ളമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം വല്ല 2 തുള്ളിയോ വല്ലതും വെള്ളമേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്, അതായത് ആ ഗ്ലാസ്സിൽ കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ല എന്നാണ്. അപ്പം ഇതിന് എന്ന വാക്ക് ഉപയോഗിക്കാത്ത ലിറ്റിൽ എന്ന് മാത്രം ഉപയോഗിച്ചാൽ എന്താണ്? അതിന് കൂടുതലും ഒരു നെഗറ്റീവ് മീനിങ് ആണ്. ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഫ്യൂ പീപ്പിൾ ഗോ ഔട്ട് ദീസ് ഡേയ്സ് വിതൗട്ട് ദ മാസ്ക്, അതായത് ഈ അടുത്തിടെയായി മാസ്ക് ഇടാതെ പുറത്തിറങ്ങുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്, കാണാൻ പോലും കിട്ടാറില്ല എന്നാണ് അതുകൊണ്ടുള്ള അർത്ഥം. ഇനി ഐ ഡിഡ് സോ മെനി പെയിൻറ്റിങ്സ് ബട്ട് ഫ്യൂ ആർ സോൾഡ്, അതായത് ഞാൻ കുറേ പെയിൻറ്റ് ചെയ്തു പക്ഷേ വളരെ കുറച്ച്, അങ്ങനെ പറയത്തക്കതായിട്ടൊന്നും വിറ്റുപോയിട്ടില്ല എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. അതേസമയം ഇവിടെ നമ്മൾ എ ഫ്യൂ എന്ന് ഉപയോഗിച്ചാലോ, ഐ സോൾഡ് എ ഫ്യൂ പെയിൻറ്റിങ്സ്, അതായത് ഞാൻ കുറച്ച് പെയിൻറ്റിങ്സ് വിറ്റു എന്നുള്ളൊരു പോസിറ്റീവ് രീതിയിലുള്ള മീനിങ് ആണ് നമുക്കിവിടെ വരുന്നത്. ലിറ്റിലിൻ്റെയും എ ലിറ്റിലിൻ്റെയും കൂടി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട്. അപ്പോൾ ലിറ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ അതിനകത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അത് ഏകദേശം വറ്റാറായി എന്നാണ് ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തിൽ കുറച്ച് വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, കൂടുതലൊന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം വെള്ളമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 2 റൂൾ മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ ഈ വാക്കുകൾ എങ്ങനെ ഏത് അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.